ഹലോ ഗൈസ്, നമുക്കൊന്ന് ലുലു വരെ പോയിട്ട് വന്നാലോ? ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. കുഞ്ഞപ്പനെ ഫൺ ട്യൂറിൽ കയറ്റി അവളെ ഒന്ന് ഹാപ്പി ആക്കണം. ഇന്നലത്തെ ക്ഷീണമൊക്കെ മുഖത്തുണ്ടോ എന്ന് നോക്കുവാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോയി. വലിയ തിരക്കൊന്നുമില്ല, കാര്യം ഞങ്ങൾ രാവിലെയാണ് പോയത്. ഇതായതുകൊണ്ട് വൈകുന്നേരമൊക്കെ ഭയങ്കര റഷായിരിക്കും. രാവിലെ ചെന്നപ്പോഴും ഹൈപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഞാനും കുഞ്ഞുണ്ണിയും ആദ്യം ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല. അമ്മയും കൂടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യട്ടെ നിർത്തിയിട്ട് ഞാനും കുഞ്ഞുണ്ണിയും കൂടി നേരെ നമ്മുടെ സെക്ഷനിലേക്ക് പോയി. നേരെ ഫൺ ട്യൂറിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുണ്ണിയെ നോക്കാൻ കിട്ടണ്ട, എല്ലാ റൈഡുകളിലും കയറും. അവിടെ എന്തോ ഈദ് ഓഫർ ഉണ്ടായിരുന്നു. 2000 റുപ്പീസിന് കാർഡ് ചാർജ് ചെയ്താൽ 4000 റുപ്പീസ് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളിലും കയറാം. അവൾക്കും കയറാം, ഞങ്ങൾക്കും കയറാം. അതായിരുന്നു ഞങ്ങളുടെ ഒരു അങ്ങനെ കുറേ റൈഡുകളിൽ അവളും കയറി, കുറേ റൈഡുകളിൽ ഞങ്ങളും കയറി. അവൾ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അവൾക്ക് പിന്നെ ഇതിനൊന്നും പേടിയൊന്നുമില്ല. കുഞ്ഞിലേ തന്നെ ഇവിടെ വരുമ്പോൾ എല്ലാത്തിലും ഒറ്റയ്ക്ക് കയറും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ റൈഡുകളിലും കയറിയിട്ട് ഞങ്ങൾ നേരെ ലാസ്റ്റ് പോയത് ഏതിലോട്ട് അറിയാമോ? അവിടെ മറ്റേ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് പാവ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ കിട്ടാറുണ്ട്. ഇന്ന് ഞങ്ങളൊരു 4-5 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ ഇരിക്കുന്ന പൊസിഷനൊക്കെ നോക്കി ആളെന്ന് കുറിച്ച് അവൾ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി നോക്കുവാണ്. എന്തോ ലക്കെന്ന് വേണം പറയാനായിട്ട്. ആ സാധനം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. 600 രൂപ കളഞ്ഞിട്ട് 100 രൂപേൻ്റെ പാവ കിട്ടിയ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെയും പ്രകടനങ്ങളാണ് ഈ കാണുന്നതെങ്കിൽ പോലും കുഞ്ഞപ്പന് അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് മൊമെൻ്റ് ആയിരുന്നു. അതാണ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തത്. അത് കഴിഞ്ഞ് കെവൻറ്റേഴ്സ് കയറി അവിടെ നിന്നൊരു മിൽക്ക് ഷേക്കും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വഴിക്കുതാ ഞങ്ങൾ ഇവരെയും പൊക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രാൻഡിയോസ് ബിരിയാണി അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത എന്തോ ഒരു സാധനമാണ്, ചിക്കൻ സുർബിയാനി. അപ്പോൾ അത് മേടിച്ചു. അവിടെ നിന്നൊരു ബക്കറ്റ് ബിരിയാണി മേടിച്ചു. രണ്ടും അടിപൊളി. ബിരിയാണി പിന്നെ പണ്ടേ ഭയങ്കര സെറ്റാണല്ലോ. സുർബിയാനിയും എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ നേരെ ഗ്രാൻഡിയോസിൽ പോയിട്ട് അവരുടെ ചിക്കൻ സുർബിയാനി ട്രൈ ചെയ്തോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.